വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, വാക്കുമാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ. മണ്ണിൽ മലകൾ മാറിയാലും, വിണ്ണിൽ വിധാനം നീങ്ങിയാലും, മണ്ണിൽ മലകൾ മാറിയാലും, വിണ്ണിൽ വിധാനം നീങ്ങിയാലും, മാറില്ല ദൈവ സ്നേഹം, നീങ്ങില്ല അവൻ്റെ മൊഴികൾ. ഹല്ലേലൂയ പാടി സ്തുതിക്കാം, ഹല്ലേലൂയ അതോർത്തു പാടാം, എല്ലാ നാവും ചേർന്നു വാഴ്ത്താം, വല്ലവനെന്നും മാറാത്തവൻ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, വാക്കുമാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും ദൈവദിനമായിട്ട് എടുത്തു വരുവാൻ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം വിശ്വസ്തന്മാരെ നോക്കുന്നു. ഒരു കഥയോടുകൂടെ ആരംഭിച്ചിട്ട് തലഭാഗത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു കമ്പനി ഉടമയ്ക്ക് തൻ്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വിശ്വസ്തനായ ഒരു വ്യക്തിയെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ച് അറിയിപ്പ് നൽകി. പല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും അറിയിപ്പ് കണ്ട് അവരുടെ യോഗ്യത തെളിയിപ്പാൻ വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകളുമായി കമ്പനിയെ സമീപിക്കാൻ അറിയിപ്പ് നൽകി. ഒരു ദിവസം നിശ്ചയിച്ചു. അന്നേ ദിവസം രാവിലെ കമ്പനി ഉടമ തൻ്റെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് ചപ്പ് ചവറുകൾ ഒരു ബാഗിലാക്കി കമ്പനിയുടെ പ്രവേശന കവാടത്തിൽ ഇരിപ്പ് ഉറപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു യുവതി ഫയൽ ഒക്കെ പിടിച്ച് കമ്പനിയിലേക്ക് നടന്നു വരുന്നത് കണ്ട് കമ്പനി ഉടമ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ അല്പം അകലെ ആരുടെയോ കയ്യിൽ നിന്ന് വീണുപോയ പോലെ തോന്നത്തക്ക രീതിയിൽ വെച്ചു. എന്നിട്ട് കമ്പനി ഉടമയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചവറുകൾ നിലത്തിട്ടിട്ട് അത് പറക്കിയെടുക്കുന്ന രീതിയിൽ കമ്പനി ഉടമ വേഷപ്രച്ഛന്നനായിരുന്നു. യുവതി നടന്നു വരുമ്പോൾ താഴെ കിടക്കുന്ന നോട്ടുകൾ കണ്ടപ്പോൾ അത് സ്വന്തമാക്കുവാൻ താഴെ ചവറ് പറക്കുന്ന വ്യക്തിയോടെ ഏതോ സംഭാഷിക്കുന്ന ഭാവത്തിൽ താഴെയിരുന്ന് നോട്ടുകൾ എല്ലാം എടുത്തുപോയി. ഇത് മനസ്സിലാക്കി കമ്പനി ഉടമ ഒന്നും പ്രതികരിക്കാതെ തൻ്റെ ചവറ് പറക്കുന്ന ജോലിയിൽ തുടർന്നു. അപ്പോഴേക്കും മറ്റൊരു യൗവനക്കാരൻ ജോലി തേടി വരുന്നത് കണ്ട് കമ്പനി ഉടമ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്തു. ആ യൗവനക്കാരനും താഴെ കണ്ട നോട്ട് കരസ്ഥമാക്കിപ്പോയി. തുടർന്ന് മറ്റൊരു യൗവനക്കാരൻ വരുന്നത് കണ്ടിട്ട് കമ്പനി ഉടമ പഴയ രീതിയിൽ തുടർന്നു. ആ നവാഗതൻ കയ്യിൽ നോട്ട് എടുത്ത ശേഷം ചവറ് പറക്കുന്ന വ്യക്തിയോട് ഈ നോട്ടുകൾ താങ്കളുടേതാണോ എന്ന് തിരക്കി നോട്ടുകൾ ചവറ് പറക്കിക്കൊണ്ടിരുന്ന വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് കമ്പനിക്കുള്ളിലേക്ക് പോയി. കമ്പനി ഉടമ ഉദ്ദേശിച്ച വ്യക്തിയെ കണ്ടെത്തിയെന്നുള്ള ഉറപ്പോട് താനും അവിടെ നിന്ന് പോയി. വേഷം മാറി ഇൻ്റർവ്യൂവിന് വേണ്ടി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുവാൻ തൻ്റെ മുറിയിലേക്ക് പോയി. ആദ്യം വന്ന രണ്ട് വ്യക്തികളെയും മൂന്നാമത് വന്ന വ്യക്തിയുടെ ആദ്യം വന്ന രണ്ട് വ്യക്തികളും മൂന്നാമത് വന്ന വ്യക്തിയുടെ വേഷവിധാനത്തിലൊക്കെ കണ്ട് തന്നെ പരിഹസിച്ച്, മാത്രമല്ല 10ാം ക്ലാസ് വരെ പഠിച്ച് തനിക്ക് യോഗ്യതയില്ല, അതിനാൽ നേരത്തെ പോകുന്നതായിരിക്കും നല്ലതെന്ന് അവർ പറയുകയും ചെയ്തു. ഈ സമയത്ത് കമ്പനി ഉടമ ആദ്യം വന്ന രണ്ട് വ്യക്തിയെയും അകത്തേക്ക് വിളിപ്പിച്ചു. വളരെ പ്രതീക്ഷയോട് അകത്തേക്ക് പ്രവേശിച്ച അഭിവാദ്യങ്ങൾ പറഞ്ഞ് കസേരയിൽ ഇരിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ കമ്പനി ഉടമ പറഞ്ഞു, ഇരിക്കേണ്ട, നിന്നാൽ മതി. എൻ്റെ കമ്പനിയിലേക്കുള്ള പദവിയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഞങ്ങളുടെ അയോഗ്യത എന്താണ്? ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾ യോഗ്യമായ വസ്ത്രം ധാരണ ചെയ്തിരിക്കുന്നു, പിന്നെ എന്താണ് അയോഗ്യത? കമ്പനി ഉടമ പറഞ്ഞു, എൻ്റെ സ്ഥാപനത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിശ്വസ്തനായ ഒരു വ്യക്തിയെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ യോഗ്യത നിങ്ങൾക്ക് ഇരുവർക്കും ഇല്ല, അതിന് യോഗ്യൻ പുറത്തിരിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് നടന്ന സംഭവം കമ്പനി ഉടമ വിശദീകരിച്ചപ്പോൾ യോഗ്യരെന്ന് സ്വയം ആശ്വസിച്ചവർക്ക് തല താഴ്ത്തി പോകേണ്ടി വന്നു. എന്നിട്ട് മൂന്നാമത് വന്ന വ്യക്തിയെ ചെയ്ത മറ്റ്
ചെയ്തത് മറ്റു 2 പേരോടും വിസ്തരിച്ച് പറയുകയും അനന്തരം 3ാമത്തെ വ്യക്തിക്ക് ജോലി നൽകുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ഇതുപോലെ ആത്മീയരായ നമ്മളെ ഓരോരുത്തരെയും ദൈവം ശോധന കഴിക്കും. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ഓരോരുത്തർക്ക് എത്രത്തോളം വിശ്വസ്തരെന്ന് കാണുവാൻ ദൈവം തിരക്കും. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനന്യാസും സഫീറിൻ്റെയും ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, ഞാൻ വിശ്വസ്തനാണെന്ന്? സാമ്പത്തികം കയ്യിലൂടെ കയറിയിറങ്ങുമ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് മാറ്റിവെച്ച അനന്യാസ് സഫീറയും സംഭവിച്ച പോലെ സംഭവിക്കാതിരിക്കട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ വേണമെന്ന് പാടാം, ഒക്കെ ഈണത്തിൽ പാടാൻ സാധിക്കും. പക്ഷേ ദൈവം ആ അനുഭവത്തിലേക്ക് കടത്തിവിട്ടാൽ എത്ര പേർക്ക് ജീവനോട് ശേഷിക്കും? കഥയിൽ കേട്ട പോലെ ദൈവവും വിശ്വസന്മാരെ തിരയുന്നു. നമ്മുടെ യോഗ്യത എന്താണ്? പദവിയാണോ? വിദ്യാഭ്യാസമാണോ? ശുഭ്രവസ്ത്രധാരണമാണോ? ഇതെല്ലാം ലോകമനുഷ്യർ നോക്കി മാറിവിടും. എന്നാൽ ഹൃദയത്തെ തൂക്കി നോക്കിയിട്ട് ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപാകെ മനുഷ്യൻ്റെ വിദ്യകളൊന്നും വില പോകുകയില്ല. ദൈവിക വേലയ്ക്ക് വേണ്ടി ലഭിക്കുന്ന തുകകൾ അറിയിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കാനിടയായിട്ടുണ്ട് എങ്കിൽ നല്ല കാര്യം. സ്വന്തം കുടുംബത്തിലും സ്വന്തക്കാർക്കും വക മാറ്റി വെച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് അല്പം കൊടുത്തിട്ട് അവരോട് ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതിനാലായിരിക്കും തിരുവെഴുത്തിൽ പറയുന്നത്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായെന്ന്. ആരുമാരെയും കുറ്റം വിധിക്കാൻ യോഗ്യനല്ല. എന്നാൽ ഒരു പരമാർത്ഥം നാം തിരിച്ചറിയണം. കൊടുക്കുന്ന നാം എന്തു ചെയ്യും? കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെടുന്നുമില്ല എന്നുള്ള അവസ്ഥ വരരുത്. സ്വയശോധനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.